നമസ്കാരം, എല്ലാവർക്കും ഷേർലീസ് മൈക്രോ കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള അവക്കാഡോ സ്മൂത്തിയാണ്. ബനാനയും കൂടി ഞാൻ അതിൻ്റെ കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പവർ ഹൗസ് ഓഫ് ന്യൂട്രിയൻസ് എന്നുകൂടി അറിയപ്പെടുന്ന ഒരു ഫ്രൂട്ടാണിത്. അത്രയ്ക്ക് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. നിങ്ങൾ ഇനി മാർക്കറ്റിൽ പോകുമ്പം ഈ ഫ്രൂട്ട് അവൈലബിൾ ആണെങ്കിൽ ഉറപ്പായിട്ടും വാങ്ങണം. സാലഡ്സൊക്കെ ഉണ്ടാക്കുമ്പോഴും നമുക്ക് അതിൻ്റെ കൂടെ ഇത് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ സ്മൂത്തി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ കുറച്ച് ഹണി, കുറച്ച് വാൾനട്ട്, കുറച്ച് ഡെക്കറേഷൻസിന് വേണ്ടി കുറച്ച് പിസ്ത അരിഞ്ഞതെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ സ്മൂത്തി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഡ്രൈ നട്ട്സ് ആഡ് ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഒരു പഞ്ചിന് വേണ്ടി ഞാനൊരു 4 പീസ് ഇവിടെ ചേർക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓരോരുത്തരുടെ മധുരത്തിൻ്റെ ലെവൽ അനുസരിച്ച് നമുക്ക് ഷുഗർ ചേർത്ത് കൊടുക്കാം. അവക്കാഡോ ബനാന സ്മൂത്തി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഫ്രൂട്ടും ഓരോന്ന് എടുത്തിട്ടുണ്ട്. പക്ഷേ പഴത്തിൽ നിന്ന് നമ്മൾ ഫുള്ള് ചേർക്കുന്നില്ല. അതിൻ്റെ ഒരു പകുതി ഭാഗം മാത്രം നമ്മൾ സ്മൂത്തി ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. ഒരു മീഡിയമായിട്ട് പഴുത്ത അവക്കാഡോ ആണ് എപ്പോഴും നല്ലത്. ഒരുപാട് പഴുത്ത് പോയാൽ അതിൻ്റെ അകം എപ്പോഴും അങ്ങ് ഒരു ബ്ലാക്ക് കളറിലൊക്കെ വരും. അതുകൊണ്ടൊരു മീഡിയം പഴുത്തതാണ് നല്ലത്. അവക്കാഡോയുടെ സ്കിന്നാണ് ഇനി റിമൂവ് ചെയ്ത് കളയേണ്ടത്. അപ്പം ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഒരു നൈഫ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ അകത്ത് 2-3 കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്കതിൽ നിന്ന് ഇങ്ങനെ സ്കൂപ്പ് ഔട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഒട്ടും ഫ്രൂട്ട് കളയാതെ തന്നെ സ്കിൻ മാത്രം ബാക്കിയാക്കിയിട്ട് ഫുള്ള് ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി പഴത്തിൽ നിന്ന് ഒരു ചെറിയ ഭാഗം സ്മൂത്തി തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് എടുക്കാം. ഇനിയൊരു ബ്ലെൻഡറിൻ്റെ ജാറിലേക്ക് നമുക്ക് ഈ എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ടിട്ട് ഒന്ന് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അവക്കാഡോ ചേർക്കാം. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് പാലാണ്. നല്ല തണുത്ത പാല് തന്നെ വേണം. ഇത് 1 കപ്പ് തണുത്ത പാലുണ്ട്. ഈ ഫ്രൂട്ട് നല്ല ക്രീമിയാണ്. നമ്മൾ ഈ 1 കപ്പ് പാലൊഴിച്ച് ചിലപ്പോൾ അടിച്ചെടുത്താലും നല്ല കട്ടിയായിട്ട് നമുക്ക് കിട്ടും. അതുകൊണ്ട് അടിച്ചെടുത്തതിന് ശേഷം എങ്ങനെയാണ് ജ്യൂസിൻ്റെ കൺസിസ്റ്റൻസി എന്ന് നോക്കിയിട്ട് നമുക്ക് കൂടുതൽ പാല് ചേർത്ത് കൊടുക്കാം. ഇത് ഞാനൊരു പഞ്ചിന് വേണ്ടി ഒരു 4 പീസ് വാൾനട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് മധുരമാണ് ചേർക്കേണ്ടത്. മധുരം ചേർക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, പഞ്ചസാര ചേർത്താൽ മതി. ഇവിടെ എനിക്ക് കുറച്ച് കൂടുതൽ ഹണി സ്റ്റോക്ക് ഉണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ഹണി ചേർക്കുന്നതേ ഉള്ളൂ. ഒരു 2-2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര നമ്മുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് ജ്യൂസിലേക്ക് വേണ്ടി വരും. ഇനി നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ട് വരാം. സ്മൂത്തി ഗ്ലാസ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതിന് വലിയ പാടൊന്നുമില്ല. നേരത്തെ ബാലൻസ് വെച്ചിരുന്ന പഴം നമുക്ക് ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുത്താൽ അതിൻ്റെ ഓരോ പീസ് ഗ്ലാസിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഒന്ന് അമർത്തി വെച്ച് കൊടുത്താൽ ആ പഴം അവിടെ തന്നെ ഇങ്ങനെ അങ്ങ് ഫിക്സ് ആയിട്ടിരുന്നോളും. സ്മൂത്തി ഇപ്പം റെഡിയായി. അത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിൽ ബാലൻസ് ഉള്ളത് ഒരല്പം ഡെക്കറേഷനാണ്. അപ്പോൾ എല്ലാവർക്കും ഈ സ്മൂത്തി ഇഷ്ടമായി കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളെല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മളിതിൻ്റെ മുകളിലേക്ക് കുറച്ച് അരിഞ്ഞ പിസ്തയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. വീണ്ടും ഒരു പഞ്ചിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ഭംഗിക്ക് വേണ്ടി നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഹണി ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ സ്മൂത്തി വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് നോക്കണം. മറ്റൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം ഷേർലീസ് മൈക്രോ കിച്ചൻ.